ഹരിയാന തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത്? കേജ്രിവാളിന്റെ വരവിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ, പ്രചാരണങ്ങൾ ഇതൊക്കെ ഹരിയാനയിൽ പ്രതിഫലിക്കേണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണല്ലോ ആപ്പ് വളരെ നന്നായി പെർഫോം ചെയ്യുക. ഹരിയാനയിലെ ഒരു സാധ്യത എങ്ങനെയാണ് കാണുന്നത്? അവിടെ ഒരു സഖ്യ സാധ്യത കേജ്രിവാൾ വന്ന ശേഷം അതിനൊരു സാധ്യത എത്രത്തോളം കോൺഗ്രസുമായി ഒരു സഖ്യ സാധ്യത താങ്കൾ കാണുന്നുണ്ട്? മാത്രമല്ല അവിടെ BJPയുടെ നിലവിലെ സാഹചര്യം എന്നുള്ളത് അവിടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര ഭിന്നത നല്ലോണം മൂർച്ഛിച്ചിട്ടുണ്ട്. പലരും സീറ്റ് കിട്ടാതെ എതിർപ്പ് അറിയിക്കുന്നവരുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിക്കും? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയും NDA മുന്നണിയും മുഖാമുഖം വരുന്ന ആദ്യ പോരാട്ടം നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലൊന്നാണല്ലോ ഹരിയാന. ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ഹരിയാന. ഹരിയാനയിലെ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ്. ഹരിയാനയിൽ ജാതീയമായ സമവാക്യങ്ങളാണ്. ഡൽഹിയിലെ പോലെയല്ല, പഞ്ചാബിലേതുപോലെയല്ല. ജാതീയ സമവാക്യങ്ങളാണ് ഇലക്ഷന്റെ ഫലം നിർണ്ണയിക്കുന്നതിൻ്റെ നിർണായകമായൊരു ഘടകം. അത് ജാട്ട് രാഷ്ട്രീയം അതിനകത്തുണ്ട്. ഇപ്പോൾ നിലവിൽ ജാട്ട് രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഭൂപീന്ദർ ഹൂഡ എന്ന കോൺഗ്രസിന്റെ നേതാവ്, മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മകൻ ദീപേന്ദർ ഹൂഡ. എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചേരികളുണ്ട്, ഹരിയാനയിൽ ചേരികളുണ്ട്. അത് ഷെൽജ എന്ന ദളിത് വിഭാഗക്കാരി ലേഡി അവർ നയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. രൺദീപ് സിംഗ് സുർജേവാലയുടെ ഒരു ചേരിയുണ്ട്. ചേരി എന്ന് പറയുന്നത് ശരിയല്ല, ഗ്രൂപ്പ് വഴക്കുകളുണ്ട്. അപ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടി പൊതുവെ അനുകൂലമായൊരു സാഹചര്യം ഹരിയാനയിൽ കാണുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഒരു വിഷയമാണ്. മറുവശത്ത് ഭാരതീയ ജനതാ പാർട്ടിയിൽ സുസജ്ജമല്ല കാര്യങ്ങൾ. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി പരീക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നു. 6 മാസം മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നവദീപ് സിംഗ് സൈനിയെ അവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ സൈനിയുടെ നേതൃത്വത്തിൽ OBC വോട്ട് ഹാർനസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി BJP പരീക്ഷിക്കുകയാണ്. മാത്രമല്ല ഏറെ MLA-മാരെ മാറ്റി പുതുമുഖങ്ങൾക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ വ്യക്തമാണ് സന്ദേശം. ആന്റി ഇൻകംബൻസി, അതായത് ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ അതിൻ്റെ മൂർധന്യത്തിലെത്തി. അതിനുള്ള പല കാരണങ്ങളുണ്ട്. കർഷക പ്രക്ഷോഭത്തിൻ്റെ അലയൊലികളുണ്ട്. ഗുസ്തി താരങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദമുണ്ട്. 2 ഗുസ്തി താരങ്ങളെ, വിനേഷ് ഫോഗാട്ടിനെയും ബജ്രംഗ് പുനിയയെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി നിർത്തുമ്പോൾ സ്വാഭാവികമായി അതൊരു വലിയ ഒരു വിഷയം തന്നെയാണ്. അതൊക്കെ അതിനെല്ലാം പുറമെയാണ് ആം ആദ്മി പാർട്ടിക്ക് ഒരു ചെറിയ പ്രസൻസ് ഹരിയാനയിൽ ഉണ്ട്. അത് നിഷേധിക്കാനാവില്ല. പക്ഷേ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് പാൻ ഹരിയാന പ്രസൻസ് അല്ല. അതാണ് പ്രത്യേകത. പഞ്ചാബിനോട് ചേർന്ന് ഉള്ള, ഡൽഹിയോട് പഞ്ചാബിനോടും ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ ചില പ്രദേശങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് പോക്കറ്റുകളുണ്ട്. അവിടുത്തെ ഫലം നിർണ്ണയിക്കുന്നതിൽ ആം ആദ്മി പാർട്ടിയുടെ റോള് വളരെ വലുതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യമുണ്ടായിരുന്നു എങ്കിൽ BJPക്കെതിരെ വരുന്ന ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോവില്ലായിരുന്നു. ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായി BJPക്ക് അവിടെ ആശ്വസിക്കാം. കാരണം പുറത്തിറങ്ങുന്ന കേജ്രിവാൾ ശക്തനായ കേജ്രിവാളാണ് എങ്കിൽ ആം ആദ്മി പാർട്ടി സടകുടഞ്ഞെഴുന്നേക്കാൻ തക്ക ഒരു, പഞ്ചാബിലെ അത്രയും ഒരു ആഴത്തിൽ വേരോട്ടമില്ല ഹരിയാനയിൽ എന്ന് സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് കോൺഗ്രസിന് ലഭിക്കാവുന്ന ആന്റി BJP വോട്ടുകളാണ്. അതിൻ്റെ നേട്ടം ലഭിക്കുന്നത് തീർച്ചയായും BJP എന്ന പാർട്ടിക്ക് തന്നെയാണ്. അതാണ് അതിൻ്റെ സത്യം. എന്നാൽ ഈ 3 ഘടകങ്ങൾ, ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, BJP, ഇതിനുപരിയായി ഏതാണ്ട് 20 മുതൽ 30% വരെ വോട്ടുകൾ വീഴുന്നത് പൊതുവെ JJP എന്ന ചെറിയ പാർട്ടി, അതുപോലെ അനേക ചെറിയ പാർട്ടികൾ, ശക്തരായ സ്വതന്ത്രന്മാർ, പാർട്ടി വിമതന്മാർ, അത് BJP വിമതന്മാരുണ്ടാകും, കോൺഗ്രസ് വിമതന്മാരുണ്ടാകും, സീറ്റ് നിഷേധിക്കപ്പെട്ട ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് വലിയ രാഷ്ട്രീയ സദാചാരമൊന്നും നമുക്ക് ഹരിയാനയിൽ അവകാശപ്പെടാനാവില്ല. ആയാറാം ഗായാറാം എന്ന പ്രയോഗം തന്നെ വന്നത് ഹരിയാനയിൽ നിന്നാണ്. അതുകൊണ്ട് സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഹരിയാനയിൽ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പുറത്തു വന്ന ജയിൽ മോചിതനായി ജാമ്യം ലഭിച്ച് പുറത്തു വന്ന കേജ്രിവാൾ അകത്ത് നിൽക്കുന്ന കേജ്രിവാളിനേക്കാൾ ശക്തനാണോ എന്നതാണ് വിഷയം. അങ്ങനെ ശക്തനായിരുന്നു എങ്കിൽ ഡൽഹിയിൽ താൽക്കാലിക ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ മെയ് മാസം 2024 മെയ്യിൽ
പിന്നെ ഫൈനൽ ഘട്ടം തെരഞ്ഞെടുപ്പിന് മുൻപ് കേജ്രിവാൾ 2 ആഴ്ചത്തേക്ക് പുറത്തു വന്നപ്പോൾ ഡൽഹി പിടിച്ചെടുക്കാൻ ആം ആദ്മി പാർട്ടി കഴിയുമായിരുന്നു. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം ഈ ബാക്ക് ഫുട്ടിൽ തന്നെയാണ് ഇപ്പോഴും. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ ഇൻവിൻസിബിലിറ്റി, കറകളഞ്ഞ ഒരു പ്രതിച്ഛായ, അതിന് തീർച്ചയായും മങ്ങലേറ്റിരിക്കുന്നു. സംശയത്തിന്റെ ലാഞ്ചനകൾ തീർച്ചയായും പൊതുജനങ്ങൾക്കുണ്ട്, സംവിധായകർക്കുണ്ട്. ഡൽഹിയിലെ സംവിധായകർ അരവിന്ദ് കെജ്രിവാളിന്റെ പിന്നിൽ ഉറച്ചു നിന്നില്ല. ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം മോദി തരംഗം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡൽഹിയിൽ മാത്രം അങ്ങനെയാണ് മോദി തരംഗം ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിലാണ് മോദി തരംഗം ഉണ്ടാകേണ്ടത്. രാമക്ഷേത്രത്തിന്റെ ചിറകിലേറി ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒന്നും സംഭവിക്കാതെ, മഹാരാഷ്ട്രയിലും ഒന്നും സംഭവിക്കാത്ത ഒരു രാമതരംഗം ഡൽഹിയിൽ മാത്രം എങ്ങനെയാണ് സംഭവിക്കുക? അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെ ഒരു ഇൻവിൻസിബിലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ പഞ്ചാബിൽ ഭരണകക്ഷിയാണല്ലോ ആം ആദ്മി പാർട്ടി. പഞ്ചാബിലാണെങ്കിലും 11 സീറ്റുകൾ പിന്നെ നേടിയത് കോൺഗ്രസ് ആണ്. ആം ആദ്മി പാർട്ടി 2-3 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഒരു റീജിയണൽ പ്ലെയർ എന്നുള്ള നിലയിൽ ഹരിയാനയിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്ന 20 സീറ്റിലെങ്കിലും ജയപരാജയങ്ങളെ നിശ്ചയിക്കാൻ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ കഴിയും. പക്ഷേ അവസാന നിമിഷം ഒരുപക്ഷെ കേജ്രിവാൾ മുൻകൈയെടുത്ത് രാഹുൽ ഗാന്ധിയുമായ ഒരു സഖ്യമായി ആം ആദ്മി പാർട്ടി കോൺഗ്രസ് അലയൻസിൽ മുന്നോട്ട് പോകാനും സാധ്യത തെളിയുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.